ശ്രീനാഥ്, ഈ മെഡിക്കൽ കോളേജിലെ 4 വിദ്യാർത്ഥികൾ മരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ 21 മൃതദേഹം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ പ്രതിനിധി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവിടുത്തെ കുട്ടികളുടെ ബന്ധുക്കളിൽ ചിലരും ഈ അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനി ആരെയും കാണാനില്ല എന്ന പരാതി ഇപ്പോഴില്ല. അവരെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചു. അപ്പോൾ അത്രയും ഇനിയിപ്പോൾ ആ നിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഇതുവരെ വന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വലിയ അപകടങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങൾ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴല്ലേ? തീർച്ചയായും വിജയകുമാർ, ഹോസ്റ്റലിൽ എത്ര പേരുണ്ടായിരുന്നു, അതിൽ എത്ര പേരെ ഇനി കാണാനുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ടായിരുന്നു. എത്ര ഡോക്ടർമാർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളൊക്കെ തന്നെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആ അവ്യക്തത നീക്കുന്നതാണ് ഇപ്പോൾ ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന, അവരുടെ അസോസിയേഷൻ്റെ പ്രധാനികൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മാധ്യമങ്ങളെ കണ്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ പറയുന്നത് ഹോസ്റ്റലിൽ നിന്ന് 21 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. അതിൽ 9 പേർ ഹോസ്റ്റലിൽ തന്നെ ഉള്ളവർ, അതായത് ഈ ഡോക്ടർമാരും ഡോക്ടർമാരുടെ ബന്ധുക്കളുമൊക്കെയാണ്. അതിൽ 4 പേരാണ് MBBS വിദ്യാർത്ഥികൾ. മരിച്ച ആളുകൾ ഇവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ബന്ധുക്കൾ താമസിച്ചിരുന്നു. അവരാണ് ഈ ശേഷിച്ചവർ, ഈ മരിച്ച ആളുകൾ. ഒപ്പം തന്നെ ഒരു ഡോക്ടറുടെ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റവിടെ ചികിത്സയിലുണ്ട്. 20 പേരെയാണ് ഈ ഹോസ്റ്റലിൽ നിന്ന് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നു. അതിൽ 12 പേർ ആശുപത്രി വിട്ടു എന്നൊരു കണക്കും അവർ പറയുന്നുണ്ട്. 8 പേർ അങ്ങനെയാണെങ്കിൽ ചികിത്സയിൽ ഉണ്ടാവണം. പക്ഷേ ഇന്നലെ രാവിലെ ഇവിടെ പതിച്ച ഒരു ബോർഡ് എനിക്ക് ഇവിടെ കാണാം. ഈ ആശുപത്രിയിൽ എത്തി, അതായത് എമർജൻസി ഈ ക്രാഷ് നടന്ന സ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ച ആളുകളുടെ ഒരു എണ്ണം ഇവിടെ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. അതിൽ അവരുടെ പേര് വിവരങ്ങളും മറ്റുമൊക്കെ കാണാം. സാധാരണ ആളുകൾ, സെക്യൂരിറ്റി, ഇവിടെ കൃഷിപ്പണി, ഹോസ്റ്റലിൽ കൃഷിപ്പണി ചെയ്ത ആളുകൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ 26 പുരുഷന്മാരും 6 സ്ത്രീകളും, അങ്ങനെ 32 പേർ ഇവിടെ ചികിത്സയിലെത്തിയ ഒരു കണക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതും ഒരു അന്തിമ കണക്കല്ല. അത് ഇന്നലെ രാവിലെ 5 മണിക്കാണ് അവസാനമായി ഈ കണക്ക് അപ്ഡേറ്റ് ചെയ്തത്. പിന്നീട് അത് പുതുക്കിയിട്ടുമില്ല. ഏതായാലും 4 ഡോക്ടർമാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അതായത് കൂടുതൽ പേർ ഡോക്ടർമാർ മരിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനകൾ ഇപ്പോൾ തള്ളുകയാണ്. വിജയകുമാർ, യെസ്, അതിൽ കുറെ കൂടി ഒരു വ്യക്തത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ എത്ര പേരാണ് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർ ഈ അപകടത്തിനിരയായത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സംഘടന പ്രതിനിധികൾ തന്നെ അതിൽ കണക്കൊക്കെ പരിശോധിച്ച് അവരൊരു വ്യക്തത വരുത്തി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സംഭവിച്ചത് ഒരു മൃതദേഹം കൂടി ആ വിമാനത്തിൻ്റെ ക്യാബിനിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്നതാണ്. ഇപ്പോൾ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കുകയാണ്. ഇനി അതിലാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൂടി പരിശോധിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ അഹമ്മദാബാദിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവയ്ക്കുന്ന വിവരം.